അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് രാവിലെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏലപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന്. പക്ഷെ മുന്നേ ഒരുപാട് വട്ടം ഞാൻ പോയിട്ടുണ്ട് ആയിരുന്നു. പിന്നെ ഞാനിന്ന് പകുതിക്കുന്ന പ്ലാൻ ഒഴിവാക്കിയിട്ട് നേരെ ഞങ്ങളുടെ ഇവിടെ അണങ്ങോട് പാലവും ചപ്പാത്തൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ട പാലുകാച്ചി വീഡിയോ ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതൽ ആൾക്കാർ കണ്ടു, സപ്പോർട്ട് ചെയ്തു, നല്ലതെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നിർത്താതെ ഞാൻ പോകുന്നവരെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിക്കും എന്താ ചെയ്യണ്ടേ. അവിടെ പോയി കഴിഞ്ഞിട്ട് എന്താ പ്ലാനെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നാട്ടിലുള്ള ഇത്രയും ദിവസം എന്തെങ്കിലുമൊക്കെ ഇടാം, നിങ്ങളെ കാണിക്കാം. പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് എനിക്കൊന്നും അറിഞ്ഞ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കമ്പിപ്പാലവും ഇവിടുത്തെ ഒരു പാലവും കാര്യങ്ങളൊക്കെ കാണിക്കുക, നിങ്ങളെ കാണിക്കുക, അത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ എപ്പോഴും എന്നോട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പണിക്ക് പോകും, ഞാൻ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇങ്ങനെ ഈ വർത്തമാനമൊക്കെ നമ്മൾ കുറേ വീഡിയോ കണ്ടിട്ട് പറയുന്നത് കേട്ടോ, അല്ലാതെ നമ്മുടെ വായിന്നറിയാതെ വരുന്നതല്ല. ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ അവരെ അനുകരിക്കുമല്ലോ, ഇതങ്ങനെയല്ലല്ലോ, അത് സാധനമൊക്കെ അവരെ പോലെയൊക്കെ തോന്നുന്നു, ചിലപ്പോൾ സാമ്യമൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കണ്ട് ശീലിച്ചാലേ നമ്മുടെ വായിൽ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊന്നും പറയരുത്, ഇവിടെ എല്ലാം ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ നിൽക്കുന്നത് അണങ്ങോട് ചപ്പാത്ത് എന്ന് പറഞ്ഞ പാലമാണ്, അവിടെയാണ് ഉള്ളത്. അത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒത്തിരി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇൻട്രോ ഇച്ചിരി ഭയങ്കര ലോങ് ആയിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ഇടാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളിത് ഇഷ്ടം പോലെ നിങ്ങൾ കാണുക. എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിടുക. ഇതാണ് ഞാൻ പറഞ്ഞ ചപ്പാത്ത് പാലം. ഈ പാലം ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, അത് ഇത്രയും വലുതൊന്നും അല്ലായിരുന്നു, ചെറുതായിരുന്നു. ആ സമയത്തൊന്നും മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ട്രാവൽ ചെയ്യാൻ, അത് മീൻസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അത് നിങ്ങൾ എത്രത്തോളം കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് പുതിയ പാലം. ഇതിൽ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ എന്നാലും എൻ്റെ വ്ളോഗിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇടുന്നത്. എൻ്റെ താഴെ പുഴയാണ്, നിങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം, ഇതിലെല്ലാം വെള്ളം കയറുന്നത് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളമൊന്നുമല്ല, വെള്ളത്തിൻ്റെ ക്ലിപ്പൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് ആൾക്കാർ. ഉണ്ടോ ഈ പുഴ എത്ര രീതിയിൽ കയറി ഒഴുകുകയാണ്, അങ്ങോട്ട് ഫുള്ളായിട്ട് കയറി ഒഴുകും. മുകളിലേക്ക് ഉണ്ടോ, ഒരുപാട് വലിയ പുഴ കേട്ടോ. ഇപ്പം ചെറിയതാണ്, ഇപ്പം വെള്ളം കുറവാണ്. കണ്ടോ, ഇപ്പം ഇത്രേ വെള്ളമുള്ളൂ. ഫോണങ്ങനെ ഇപ്പോൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ തീർന്നു കേട്ടോ. അങ്ങോട്ട് ഫുള്ള് ഒരു സൈഡ് കാടും കാര്യങ്ങളൊക്കെയാണ്, അതിലെല്ലാം വെള്ളം കയറും കേട്ടോ. കണ്ടോ, ഇതൊക്കെ സർക്കാരിൻ്റെ എന്തോ സംഭവമൊക്കെയാണ് കേട്ടോ, പക്ഷെ അറിയാൻ പാടില്ല. ഇത് പറഞ്ഞിട്ട് കുറേ വർഷമായല്ലോ. ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട്, സർക്കാരിൻ്റെ അല്ല. എനിക്ക് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് കാടാട്ടോ, ഇത് ഫുള്ള് കാടാണ്. നിങ്ങൾ വോയിസ് കറക്റ്റ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ഇട്ടോളാം. ക്യാമറ എടുക്കുകയും വേണം, വണ്ടി ഓടിക്കുകയും വേണം. ടാസ്ക്കാണ് ഗെയ്സ്, നല്ല ടാസ്ക്കാണ്. ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ല. അവിടെയാണ് ഒരു ജമന്തിപ്പൂവൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, ജമന്തിപ്പൂ തോട്ടം. അതിവിടെ എത്രത്തോളം ആന വരാണ്ടിരിക്കാൻ വേണ്ടി കമ്പി ഇട്ടേക്കണം കേട്ടോ. ആനൻ്റെ മതിൽ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വേണ്ടി കമ്പി, ഷോക്ക്. അപ്പുറത്തായിട്ട് പുഴ, കാട് പുഴ. എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഈ സൈഡ് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചൊന്നുമില്ല. ഫുള്ള് കാടാണ്. കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഇതിൽ വന്നാൽ മതി കേട്ടോ. ഷെയ്ക്കാവുന്നത് അവിടെ ജമന്തിപ്പൂട്ട് തോട്ടം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്.
ഫാമിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. വെക്കാറളം ഫാം റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അങ്ങോട്ടേക്ക് ശരിക്കും ഒരു ആന കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേക്ക് തുടങ്ങിയത്. 6 മണിക്ക് ശേഷം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റോക്ക് മനുഷ്യന്മാർക്കും അടിക്കും കേട്ടോ. കമ്പിപ്പാലത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. മുന്നും റോഡ് പോലെ ഉണ്ടായിരുന്നു. യെസ്, കമ്പിപ്പാലം. ഇപ്പം ഇവിടുന്നില്ല, നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല. വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാനേ പറ്റും. ഇത് ആര് പണിതാണെന്ന് എനിക്കറിയത്തൊന്നുമില്ല, പക്ഷെ വർഷങ്ങൾ കുറേ ആയി എന്നറിയാം. ബ്രിട്ടീഷുകാരാണോ സർക്കാർ പണിതാണോ? ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പോലും ആർക്കറിയാം. അതൊക്കെ പോയിട്ടുണ്ടാവും. ദിസ് ഈസ് ഞാൻ പറഞ്ഞ കമ്പിപ്പാലം. ഇവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ. നല്ല ഫോട്ടോജനിക്കാണ് സ്ഥലം. എന്താണേലും അടിപൊളിയാണ് സ്ഥലം. താഴെ പുഴ. ഇവിടുന്ന് പിള്ളേരൊക്കെ താഴേക്ക് തുള്ളാറുണ്ട് കേട്ടോ. സെറ്റല്ലേ? ഇങ്ങനെ തള്ളണം. വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല കേട്ടോ. റിസ്ക്കാണ്. ഒരാശാൻ നടന്നു തരുന്നുണ്ട്. ആശാൻ എങ്ങനെ പോകും പോലും. ആശാനെ ഞാൻ എങ്ങനെ പോകും? ആശാനെ വഴി മാറ. ഒന്നീ പുറത്തേക്ക് പറ. ഞാൻ പോകത്തില്ല. അയ്യോ, പുള്ളിക്ക് ഞാൻ വഴി മാറി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്, വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ വന്നപ്പോൾ ഇത് അപ്പൂച്ചനോട് ഇരിക്കുകയാണ്. ഒരു ലൈമ പിടിക്കാനായിട്ട് വന്നതാണ്. നല്ല ചൂടത്ത് പൊരി വെയിലാണ്. ആ സമയത്ത് ലൈമും കൂടെ കുടിച്ച് അടിപൊളിയായിരിക്കും ഗൈസ്. സൂപ്പറല്ലേ? ലൈം കുടിക്കട്ടെ ചേച്ചി. ഇതിന്റെ പേരെന്താ പറയുന്നത് ചേച്ചി? ഹരിതസേനയാ? ഹരിതസേനയുടെ മീൻ ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആക്രി വർക്കലാണ് മീൻ ചേച്ചിന്റെ പരിപാടി. പാവം ഹരിതസേന. പാവം മടുത്ത് രാവിലെ ഇറങ്ങണല്ലേ, ഒരു കഷ്ടമാണ്. അപ്പൊ ഇതിനൊന്നും ചെയ്യാനില്ല. പരിപാടി കഴിഞ്ഞു. നമുക്കിനി നാളെ നാളെ വൈകുന്നേരം പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഏലപ്പീടിയെ പോകുന്ന എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കറക്കം പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി.